ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ തന്നെ പോയി നമ്മൾ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പടക്കം കൊണ്ടുള്ള പോസാണ് കുറച്ച് മുന്നേ കണ്ടത്. പിന്നെ നമ്മളിതേ ഈ കണിക്കൊന്ന കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. എവിടെയൊക്കെയോ തപ്പിപ്പെറുക്കി അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട ഉണ്ടായിരുന്നുള്ളെങ്കിൽ അതെടുത്തു. പിന്നെ നമ്മുടെ ചേട്ടായി ഈ മാല ഉണ്ടല്ലേ, എനിക്ക് എത്ര കോർത്തിട്ടും നടക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ചേട്ടായി പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിതിൻ അതങ്ങനെ മാല കോർക്കുവാണ്. കൃഷ്ണൻ്റെ കഴുത്തിലിടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കണി ഒരുക്കുന്നുണ്ട് അതിന്. അപ്പോൾ അത് ഏകദേശം ഒരു വിധത്തിൽ നമ്മുടെ മാല അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശിവക്കുട്ടന് ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായതുകൊണ്ട് നമ്മുടെ കസിൻ തന്നെയാണ് ആ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ രശ്മി ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. നമ്മൾ ഡോക്ടറുടെ വീടിൻ്റെ തൊട്ട് പുറകിലത്തെ വീട്ടിലുണ്ടല്ലോ, ഇത് ഈ ഒരു പൂ എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ. എന്ത് പൂവാന്നൊന്നും എനിക്കറിയത്തില്ല, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കൊല പോലെ അങ്ങനെ നിന്നിട്ട് എന്ത് രസമാണെന്നറിയാമോ. അതിങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് വൈകിട്ട് രാത്രി എപ്പോഴത്തേയും പോലെ നമ്മൾ ഈ നമ്മുടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഹാ. പിന്നെ നമ്മൾ ഇതിങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചിരാതിൽ വിളക്കിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കമ്പിത്തിരി ഉണ്ടല്ലോ, കമ്പിത്തിരി ഇങ്ങനെ കമ്പിൽ കുത്തിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. പിന്നെ കാരണം നമ്മൾ രാവിലെ തന്നെ വിഷുവിൻ്റെ തലേദിവസം രാവിലെ നമ്മൾ മഹാസത്രത്തിൽ ഒരു പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതൊരു ഭയങ്കര ഒരു രസമുള്ളൊരു കാഴ്ച, കാണാനും മാത്രം ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോണൊന്നും തൊടാനേ തോന്നില്ല, ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വലിയൊരു സത്രമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നിട്ടാണ് നമ്മുടെ ഈ വിഷുവിൻ്റെ ഈ തലേദിവസത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടീസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇനിയും കുറേ പേര് വരാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ വിഷുവിൻ്റെ തലേദിവസം നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.